പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയുടെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ്. പൗരോഹിത്യത്തെ സംബന്ധിച്ച് പാസ്റ്റർ സജീവ് വർഗീസ് ബംഗളൂര് അദ്ദേഹം ഉന്നയിച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. വളരെ പരിഹാസദ്യോതകമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മുടെ സഭയെ പറ്റി. പല പ്രാവശ്യം ഞാനിത് കേട്ടു. അദ്ദേഹത്തിൽ പറഞ്ഞിട്ട് നമുക്കെന്താന്ന് ചോദിച്ചു. പക്ഷെ പലപ്പോഴും ഇങ്ങനെ കളിയാക്കി പറയുമ്പോൾ അതിനൊരു മറുപടി പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് രണ്ട് വീഡിയോകൾ ഇതിനു മുമ്പിട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്തത്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ സഭയിലെ അച്ഛന്മാർ പ്രത്യേക വസ്ത്രം ധരിക്കുന്നു, തൊപ്പി വയ്ക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ വാദമുഖങ്ങൾ. അത് വേദാനുസരണമാണെന്ന് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അത് പറയില്ല. പഴയ നിയമപുസ്തകത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് കൂടുതലായിട്ട്. പഴയ നിയമത്തെ പറ്റി അദ്ദേഹത്തിന് വലിയ അഭിപ്രായമില്ലെങ്കിലും അദ്ദേഹം പറയുന്ന മുഴുവൻ പഴയ നിയമമാണ്. ചില സമയത്ത് പുതിയ നമുക്ക് മതി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയുന്നില്ല. ഇവിടെ പുറപ്പാട് 29:9 അഹറോന്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കണം. പൗരോഹിത്യം അവർക്ക് നിത്യാവകാശമായിരിക്കണം. ഉണ്ടോ? ലേവി ഗോത്രക്കാർക്കാണ് പൗരോഹിത്യം കൊടുത്തത്. അതിൽ അഹറോനും മക്കൾക്കുമാണ് ശരിയായ പൗരോഹിത്യം. മറ്റുള്ളവർക്ക് ശുശ്രൂഷകന്മാരായിട്ടാണ്. അപ്പോൾ അഹറോനെയും പുത്രന്മാരെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കണം. ഈ തലപ്പാവാണ് തൊപ്പി. അരക്കെട്ട് കെട്ടണം. പൗരോഹിത്യം അവർക്ക് നിത്യാവകാശമായിരിക്കണം. നിത്യമായ ഒരു അവകാശമാണത്. അത് പഴയ നിയമം കഴിഞ്ഞാലും അഹ്റോന്റെ കാലം കഴിഞ്ഞാലും ലേവി ഗോത്രത്തിൻ്റെ കാലം കഴിഞ്ഞാലും പുതിയ നിയമത്തിലേക്ക് വന്നാലും അത് നിത്യാവകാശമാണ് പൗരോഹിത്യം. പൗരോഹിത്യത്തിന് നീക്കമില്ല, അത് നിർത്തിയിട്ടുമില്ല. പലരുടെയും ധാരണ അങ്ങനെയാണ്. പഴയ നിയമ ബലിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ, കൂടുതൽ ഫലവത്തായ ഒരു ബലിയാണ് വിശുദ്ധ കുർബാന വഴി കർത്താവ് സ്ഥാപിച്ചത്. പഴയ നിയമ ബലികളൊന്നും പൂർണ്ണമായ പാപപരിഹാരം കൊടുക്കാനും സാധിച്ചിട്ടില്ല. ന്യായപ്രമാണ ലംഘനമായി ചെയ്യുന്ന ചില പാവങ്ങൾക്ക് അല്ലെങ്കിൽ പാവങ്ങൾക്ക് ന്യായപ്രമാണ ലംഘനമായി ചെയ്യുന്ന പാവങ്ങൾക്ക് മുഴുവൻ എന്ന് വെച്ചാൽ ഒരു താൽക്കാലിക ശമനം എന്ന് മാത്രമേ ഉള്ളൂ, സ്ഥിരമായിട്ടില്ല. പഴയ നിയമ ബലികളെല്ലാം പുതിയ നിയമ ബലിയുടെ മുൻകൂറികളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമം മുഴുവൻ യേശുവിനെ ഉന്മുഖമാക്കിയാണ് സംസാരിക്കുന്നത്. മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന യേശുവാണ്. ന്യായപ്രമാണം പറയുമ്പോൾ കൊല ചെയ്യരുത്, പക്ഷെ കൊല ചെയ്തു പോയാൽ എന്ന പരിഹാരമൊന്നും ന്യായപ്രമാണം പറയണില്ല. ഇപ്പൊ പാപത്തിന്റെ പരിജ്ഞാനം വരുത്താനാണ് ന്യായപ്രമാണം. കൊല ചെയ്തു പോയാൽ, മോഷ്ടിച്ചാൽ പരിഹാരമുണ്ട്. അത് യേശുവിലേക്ക് ചെന്നാലേ അതിന് പരിഹാരമുള്ളൂ. യേശുവിൻ്റെ ബലി പോലെ അതിന് പാപപരിഹാരമുള്ളൂ. ആദമിൻ്റെ പാപത്തിൻ്റെ പരിഹാരം പൂർണ്ണമായി ലഭിക്കുന്ന യേശുവിൻ്റെ ബലിയിൽ കൂടെയും അതിൻ്റെ പരിപൂർണമായ സമാപ്തി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആണ് സംഭവിക്കുന്നത്. ന്യായപ്രമാണത്തെ പറ്റി പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 3:20 ഇങ്ങനെ പറയുന്നു:
അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ന്യായപ്രമാണം കൊണ്ട് ആർക്കും നീതീകരണം ലഭിക്കില്ല. പാപത്തിൽ നിന്നുള്ള നീതീകരണം. പാപം ചെയ്ത ദേഹം മരിക്കും. ആ ആദാമിൻ്റെ പാപം മൂലം ആത്മീയ ജനനവും ആത്മീയ മരണവും സ്വാഭാവിക മരണവും നമ്മിലേക്ക് കടന്നു വന്നു. അതിന് പരിഹാരം യേശുവിൻ്റെ വരി മാത്രമേ ഉള്ളൂ. ന്യായപ്രമാണം നമ്മെ യേശുവിലേക്ക് നടത്തുന്ന ഒരു പാലമായിട്ട് കണ്ടാൽ മതി. എന്നുവെച്ചാൽ ന്യായപ്രമാണം വേണ്ടെന്ന് പറയണല്ലോ. ന്യായപ്രമാണത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോഴും വിവാഹ ശുശ്രൂഷ നടത്തപ്പോൾ പട്ടക്കാരൻ മണവാളിൻ്റെ മണവാട്ടിയെ കൈ പരസ്പരം യോജിപ്പിച്ച് പറയുന്നത്, ഇതാ ഈ സമയം മുതൽ ഞങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു, എനിക്ക് നിങ്ങൾക്ക് മധ്യ ദൈവം വരാൻ മധ്യസ്ഥനായിരിക്കും. ന്യായപ്രമാണ ലംഘനമായി നിങ്ങൾ ചെയ്യുന്ന യാതൊന്നിനും ഞാൻ കുറ്റക്കാരനല്ലായിരിക്കും. ന്യായപ്രമാണം ഒന്നുമില്ല. ചിലർ പറയും ന്യായപ്രമാണത്തിൻ്റെ കാലം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു, ശരിയാണ്. കർത്താവിൻ്റെ കാലം വന്നു. പക്ഷേ പഴയതിൻ്റെ പൂർത്തീകരണം പറഞ്ഞെങ്കിൽ പഴയതെന്താന്ന് പറയണ്ടേ? എന്നാലല്ലേ അതിൻ്റെ പൂർത്തീകരണം ആവുള്ളൂ. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ ബലി മൂലമാണ് ഈ ന്യായപ്രമാണത്തിന് ആ പാവങ്ങൾക്കും ആദാമി പാവങ്ങൾക്കും ഇപ്പോഴുള്ള പാവങ്ങൾക്കും കഴിഞ്ഞ പാവങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന പാവങ്ങൾക്കും മോചനം ലഭിക്കും. ഇപ്പം നമ്മുടെ പൗരോഹിത്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യമാണെന്ന് എല്ലാവരും പറയും. അങ്ങനെയല്ല. ഉൽപ്പത്തി 14:18 മുതൽ വായിക്കുമ്പോൾ മൽക്കീസദേക്ക് പ്രത്യക്ഷപ്പെട്ട് അപ്പവും വീഞ്ഞും കൊണ്ട് ഒന്ന് ദൈവത്തിന് സ്തോത്രയാഗം സമർപ്പിച്ചു, അബ്രാഹാമിനെ അനുഗ്രഹിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. പുതിയ നിയമ ബലിയുടെ ഒരു സൂചന മൽക്കീസദേക്കിൽ കൂടി ദൈവം തന്നു. അവൻ അപ്പനുമില്ല, അമ്മയില്ല, വംശാവലിയില്ല, ഒന്നുമില്ല. അവൻ ദൈവപുത്രന് സദൃശനായിരിക്കും. ചിലർ തുല്യമായിരിക്കുന്നതാണ്. അങ്ങനെയല്ല. അപ്പം തൃത്വത്തിൽ 4ാമത്തെ ആളായിട്ട് വരും. സദൃശം മാത്രമാണ്, പ്രതിരൂപം മാത്രമാണ്. അപ്പോൾ ആ പുതിയ നിയമ ബലിയുടെ ഒരു സൂചന ഉൽപ്പത്തിയിൽ തന്നെ കർത്താവ് കൊടുക്കുകയാണ്, ദൈവം കൊടുക്കുകയാണ്. അതൊക്കെ വളരെ അർത്ഥവത്താണ് സംഗതി. എന്നിട്ടാണ് യെരൂശലേം ദേവാലയത്തിൽ ബലികൾ അർപ്പിക്കുന്നതും അതിനു മുമ്പ് സമാഗമന കൂടാരത്തിൽ ബലി അർപ്പിക്കുന്നു. സമാഗമന കൂടാരത്തിൽ ബലി അർപ്പിക്കുമ്പോൾ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് കൊല്ലത്തിലൊരിക്കയുള്ളൂ. അത് പാപപരിഹാര ദിനത്തിലാണ്, യോം കിപ്പൂർ എന്നതിന് പറയുന്നു. ആ ബലി അർപ്പിക്കുവാൻ മഹാപുരോഹിതൻ മഹാവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. കണ്ടോ അവിടെ വസ്ത്രം കണ്ടോ? പുരോഹിതൻ്റെ വസ്ത്രം. പിന്നെ ധൂപ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ധൂപം വെച്ച് ഇറങ്ങി വരുമ്പോൾ രത്നഖചിതമായ വസ്ത്രമാണ് അദ്ദേഹം ധരിക്കുന്നത്. സമാപന കൂടാരത്തെ പറ്റി പറയുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അദ്ദേഹം അത് പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല. കാരണം വസ്ത്രത്തിൻ്റെ കാര്യത്തിന് അദ്ദേഹത്തിന് ഉറപ്പാണല്ലോ. പൗരോഹിതന്മാർ വസ്ത്രം ധരിക്കണമെന്നില്ല, പ്രത്യേക വസ്ത്രം ധരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഈ പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം കർത്താവിൻ്റെ മനുഷ്യാവതാര ശരീരത്തെയാണ്, അല്ലെങ്കിൽ മനുഷ്യാവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപപരിഹാരവും കൊണ്ട് ജനത്തെ അനുഗ്രഹിക്കാൻ വരുമ്പോൾ രത്നഖചിതമായ വസ്ത്രം, അത് ഉയർപ്പിൽ കിട്ടിയ തേജസ്കരിക്കപ്പെട്ട വസ്ത്രമാണ്. കർത്താവിന് ഉയർപ്പിൽ കിട്ടിയ തേജസ്കരിക്കപ്പെട്ടതായ വസ്ത്രം, അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരം. അതാണ് രക്തഖചിതമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അകത്തേക്ക് കയറുമ്പോൾ
അതിവിശുദ്ധ സ്ഥലം മുഴുവൻ പുക കൊണ്ട് നിറയും. ആ പുകയുടെ മധ്യത്തിലേക്ക് കർത്താവ് യഹോവ തന്നെ ഇറങ്ങി വരുന്നു എന്നാ. കാണാൻ പറ്റൂല. യഹോവ മോശയോട് സംസാരിക്കും. മോശയ്ക്കത് മനസ്സിലാവും. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ മോശ ജനത്തോട് പറയും. അതാണ് നമ്മുടെ പാരമ്പര്യം. ദൈവം പരിശുദ്ധ പാത്രീക സ്വഭാവയോടും മെത്രാന്മാരോടും പ്രാർത്ഥനയിലൂടെ അവർക്ക് മറുപടി കൊടുക്കും. അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ അവളോട് സംസാരിക്കും. ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യണം. അതാണ് നമ്മുടെ പാരമ്പര്യവും. പരിശുദ്ധാത്മാവാണ് നമുക്ക് കാലക്രമേണ വെളിപ്പെടുത്തി തരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് യേശുവിൻ്റെ ബലിയുടെ മുൻരൂപമാണ് രക്തബലി. അപ്പം നമ്മുടെ പൗരോഹിത്യം മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം മാത്രമല്ല, അഹറോൻ്റെ പൗരോഹിത്യവും ഉണ്ട്. അതിന് അഹറോൻ്റെ പൗരോഹിത്യം നിർത്തിക്കളഞ്ഞില്ലേ? അഹറോൻ്റെ കുടുംബത്തിൻ്റെയും പൗരോഹിത്യം നിർത്തി, അത് ശരിയാണ്. പക്ഷേ അഹറോൻ്റെ പൗരോഹിത്യം കർത്താവിനില്ലെങ്കിൽ ക്രൂശിലെ രക്തബലി അർപ്പിക്കുവാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കണം. രക്തബലി ഇതിനു മുമ്പ് കാളക്കിടാങ്ങളെ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ടാണ് ബലി അർപ്പിച്ചത്. ഇവിടെ സ്വന്തം രക്തത്താൽ തന്നെ, സ്വന്തം മാംസത്താലും സ്വന്തം രക്തത്താലും തന്നെ ബലിയർപ്പിക്കുക. ഈ പൗരോഹിത്യം യോഹന്നാൻ സ്നാപകനിൽ നിന്നാണ് കർത്താവിന് കിട്ടിയത്. യോഹന്നാൻ പുരോഹിതനായിരുന്നു. പുരോഹിതനല്ലെങ്കിൽ സ്നാനം കഴിപ്പിക്കാൻ പറ്റില്ല. കുമ്രാൻ സമൂഹത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും ദൈവം അവനെ വിളിച്ചു. അവൻ സ്നാനം കൊടുക്കാനായിട്ട് പോയി. പാപങ്ങളേറ്റ് പറയാം, സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുവിൻ. പാപങ്ങളേറ്റ് പറഞ്ഞ് മാനസാന്തരപ്പെടുവിൻ. അങ്ങനെ മാനസാന്തര സാധനമാണ് യോഹന്നാൻ കൊടുത്തത്. പാപങ്ങൾ ആ പുരോഹിതനോട് ഏറ്റു പറഞ്ഞു. അതുപോലെ എൻ്റെ കർത്താവ് ഏറ്റു പറഞ്ഞു. ജനം ഏറ്റതുപോലെ കർത്താവ് സ്നാനം ഏറ്റു എന്ന് പറഞ്ഞാണ്. കർത്താവിലെ പാപം ചെയ്തിട്ടുണ്ടോ? ജനത്തിൻ്റെ പാപമാണ് കർത്താവ് ഏറ്റു പറഞ്ഞത്. ദൈവം എന്നെ അയച്ചിട്ട് ഞാൻ മശിയാണെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നില്ല. യഹൂദന്മാർ വഴി എല്ലാവരും വിശ്വസിക്കേണ്ടതിനായിട്ടാണ് ഞാൻ വന്നത്, അവരുടെ പാപത്തിന് പരിഹാരം വരുത്താൻ. പക്ഷെ അവരെന്നെ വിശ്വസിക്കുന്നില്ല. ഈ പാപമായിരിക്കണം, അല്ലെങ്കിൽ ഈ പാപമാണ് യോഹന്നാനോട് കർത്താവ് ഏറ്റു പറയുന്നത് പറയുന്നത്. അപ്പം തെറ്റിദ്ധരിക്കുന്നത്, കർത്താവിൽ അഹറോൻ്റെ പൗരോഹിത്യവും മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യവും സമഞ്ജസമായി സമ്മേളിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ. കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ സംയോജിച്ചതുപോലെ അഹറോൻ്റെ പൗരോഹിത്യവും മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യവും കർത്താവിൽ സമ്മേളിച്ചിരിക്കുന്നു. അഹറോൻ്റെ പൗരോഹിത്യം ഇല്ലെങ്കിൽ കർത്താവിന് ക്രൂശിലെ രക്തബലി അർപ്പിക്കുവാൻ സാധ്യമല്ലായിരുന്നു. ഈ പൗരോഹിത്യമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഏത് പൗരോഹിത്യം? അഹറോൻ്റെയും മൽക്കീസേദെക്കിൻ്റെയും പൗരോഹിത്യം ഒരിക്കലും വേർവരിയാതെ, ദൈവത്വവും മനുഷ്യത്വവും വേർവരിയാതിരിക്കത്തക്കവണ്ണം ഈ പൗരോഹിത്യം ഞങ്ങൾക്ക് തന്നത്. എന്നാൽ വിശുദ്ധ കുർബാനയിലെ തിയോബോയിൽ ആദ്യം മൽക്കീസേദെക്കിൻ്റെ ക്രമം നടത്തും, കർത്തോപ്പായിട്ട് മാത്രം. പിന്നെ കൈയൊക്കെ കഴുകി അഹറോന്യ വസ്ത്രം ധരിച്ചാണ് അഹറോന്യ ശുശ്രൂഷ, അഹറോൻ്റെ ക്രമമൊന്നല്ല, അഹറോൻ്റെ ശുശ്രൂഷ പട്ടക്കാരൻ നടത്തുന്നു. അത് മറയിട്ടിട്ടാണ്, ജനത്തിന് കാണാൻ പറ്റില്ല. അത് പഴയ നിയമത്തിൽ നടന്ന സംഭവമായതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വിശുദ്ധ കുർബാന ക്രമീകരിച്ചിരിക്കുന്നതെങ്കിലും പഴയ നിയമബലിയേക്കാൾ കൂടുതൽ ഫലവത്തായ, ശ്രേഷ്ഠമായ, നവമായ, പുതിയ തലത്തിലുള്ള ഒരു ബലിയാണ് കർത്താവ് സമർപ്പിച്ചത്. എന്നാൽ ഫലവത്തായെന്ന് പറയാൻ കാരണം
അഹറോൻ്റെ ബലി പോലും മുഴുവൻ പാപപരിഹാരം കിട്ടിയില്ല. എന്നാൽ കർത്താവിൻ്റെ ബലി പോലും പാപപരിഹാരം മുഴുവനായിട്ട് കിട്ടുന്നതുകൊണ്ട് പഴയ നിയമ ബലിയേക്കാൾ ഫലവത്തായ ബലിയാണ് കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്ന് ഓർത്തു കൊള്ളണം. പൗരോഹിത്യം ധാരാളമായിട്ട് ശിഷ്യന്മാർ കൊടുത്തിട്ടില്ലേ? അപ്പോസ്തോലിക പാരമ്പര്യം വേണം, അല്ലാതെ പാസ്റ്ററാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോസ്തോലിക കൈവപ്പ് കിട്ടിയാൽ മാത്രമേ അതിന് സാധൂകരണമുള്ളൂ, വാലിഡാവുള്ളൂ. വെറുതെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാന്നല്ലാതെ അവർ പുതിയ വസ്ത്രം ഇട്ട് കൊടുക്കണോ, ശിഷ്യന്മാരെല്ലാവരും അത് ചെയ്തോ, അപ്പോസ്തലന്മാർ ചെയ്തോ, ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, ഇല്ല ഉണ്ടെന്നപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. പക്ഷെ കാലക്രമേണ സഭ തീരുമാനിച്ചു അഹ്റോന് പൗരോഹിത്യം നമുക്കുണ്ട്, അതുകൊണ്ട് വസ്ത്രം വേണം. ആ അഹ്റോന് പൗരോഹിത്യത്തിൻ്റെ വസ്ത്രം ധരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നതും. അതേസമയം വിശുദ്ധ കുർബാന എന്ന പുതിയ നിയമ പൗരോഹിത്യവും നമുക്കുണ്ട്, അച്ഛന്മാർക്കുണ്ട്. പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ പാപപരിഹാരം കൊടുക്കാൻ അച്ഛന്മാർക്ക് അധികാരമില്ല. യൂദാ ചെന്ന് ആ 30 വെള്ളിക്കാശ് വലിച്ചെറിച്ചിട്ട് പട്ടക്കാരുടെ അടുത്ത് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എന്താ നീ നിൻ്റെ കാര്യം നോക്കാന്ന് പറഞ്ഞ. കാരണം അവർക്ക് പാപപരിഹാരം കൊടുക്കാൻ അധികാരമില്ല. പാപപരിഹാരം കൊടുക്കുന്ന അധികാരം പുതിയ നിയമ പൗരോഹിത്യത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ വസ്ത്രം ധരിക്കലും തൊപ്പി ധരിക്കലും എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കണ്ട സജീവാശ്രയ. അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ശരിയായ ദൈവസഭയിൽ എന്ന് പറയുമ്പോൾ സഭയിൽപ്പെട്ടവരല്ല, എന്ന് കർത്താവ് സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളല്ല നിങ്ങൾ. നിങ്ങളുടെ മാമോദീസായും അർത്ഥമാണ്, ഒരു കാര്യമില്ല. അപ്പോൾ പൗരോഹിത്യം പലർക്കും കൊടുത്തായിട്ടൊക്കെ വേദോസിലും 2 തീമോഥെയോസിലൊക്കെ കൊടുത്തായിട്ട് നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ശൗലിനൊക്കെ കൊടുത്ത കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഇടയ ശ്രേഷ്ഠൻ എന്ന പരിശുദ്ധനായ പൗലോസ്ലീഹ പട്ടക്കാരെ പ്രത്യേകം സംബോധന ചെയ്തിട്ടുണ്ട്. അത് 1 പത്രോസ് 5:4 ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. അധ്യക്ഷന്മാരാണ്, അധ്യക്ഷന്മാർ ഭർത്താന്മാരാണ്, പുത്രന്മാർ കാശിശന്മാർ, അല്ലെങ്കിൽ താഴെ നിലയിലുള്ള പട്ടക്കാരെ ഭരമേൽപ്പിക്കുക. പിന്നെ അത് എന്താ പറയുന്നത്? ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയശ്രേഷ്ഠൻ, ഇടയന്മാരുടെ ശ്രേഷ്ഠൻ, അതായത് കർത്താവായ യേശുമിശിഹ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇവിടെ വെച്ച് കിട്ടുന്ന കിരീടമൊക്കെ വാടുന്ന, അവിടെ വാടാത്ത കിരീടം പ്രാപിക്കും. തേജസ്സിൻ്റെ വാടാത്ത കിരീടം. ഇതൊന്നും പാസ്റ്റർമാർക്ക് കിട്ടാനില്ല. വെറുതെ അതൊന്നും പറഞ്ഞ് ഞങ്ങളെ പരിചയമുണ്ട്, ഒരു കാര്യമില്ല. പൗരോഹിത്യത്തെ ഒരിക്കലും നിന്ദിക്കരുത്. ഞാൻ അഭിഷിക്തരാന്നൊക്കെ പറഞ്ഞ് പലരും നടക്കേണ്ടത്. ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയണം ഞാൻ പ്രവാചകനാണ്, ഞാൻ അഭിഷിക്തനാണ്, ഞാൻ ആ സഭ പഠിച്ചിട്ട് ഈ സഭയിലായിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നെ അവർ പാസ്റ്ററാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും പുരോഹിതനാവില്ല. പുരോഹിതനാകണമെങ്കിൽ അപ്പോസ്തോലിക കൈവെപ്പ് കിട്ടണം. ഇത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.